പാർവതിയുടെ അടുത്ത് അരുന്ധതി വരുമ്പോൾ പാർവതി ഫോണിൽ കൂടി അരുന്ധതിയുമായി സംസാരിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മിച്ച് കരയുകയാണ്. ഒരിക്കൽ ദൈവം എനിക്ക് ഒരു സഹോദരിയെ തന്നിട്ട് തിരിച്ചെടുത്തു. നമ്മുടെ ജീവിതത്തിൽ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും. എന്റെ ജീവിതത്തിൽ വന്ന ഒരു ബന്ധം, ആ ബന്ധം എന്തിനു വന്നതെന്നും എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ നിന്നും തിരിച്ചു പോയതെന്നും എനിക്ക് അറിയണം എന്നൊക്കെ കുറെ വിഷമങ്ങൾ പറഞ്ഞ് കരയുകയാണ് പാർവതി. പാർവതി പറയുന്നതെല്ലാം കേട്ട് നിൽക്കുന്ന അരുന്ധതിക്ക് പാർവതി പറയുന്നതെന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. അപ്പോൾ അരുന്ധതി പാർവതിയോട് ആരെക്കുറിച്ചാണ് പറയുന്നതെന്നും ആരാണ് ജീവിതത്തിൽ നിന്നും പോയതെന്നും ഏത് ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നതെന്നും ചോദിക്കുന്നത് കേൾക്കുന്ന പാർവതി അരുന്ധതിയുമായി ഫോണിൽ സംസാരിച്ചത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കുകയാണ്. എന്നിട്ട് ദൈവത്തിന് പോലും ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നത് ഇഷ്ടമില്ലായിരിക്കും, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് കേൾക്കുന്ന അരുന്ധതി പാർവതിയോട് ഇനി മുതൽ അരുന്ധതിയെ ചേച്ചി എന്ന് വിളിക്കാൻ പറയുന്നു. അത് കേൾക്കുന്ന പാർവതി അരുന്ധതിയെ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കാമെന്ന് സമ്മതിക്കുകയാണ്. അത് കേട്ട് സന്തോഷം കൊണ്ട് കരയുകയാണ് അരുന്ധതി. അരുന്ധതി കരയുന്നത് കാണുന്ന പാർവതി അരുന്ധതിയോട് എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എന്ന് വിളിച്ച് കേട്ടപ്പോൾ സന്തോഷം തോന്നിയിട്ടാണെന്നും ഒരിക്കൽ ഇതുപോലെ എനിക്ക് സന്തോഷം തോന്നിയതാണെന്നും അന്ന് ദൈവത്തിന് എന്റെ സന്തോഷത്തിൽ അസൂയ തോന്നിയത് കൊണ്ട് ആ സ്നേഹത്തെ എന്നിൽ നിന്ന് അകറ്റി എന്നും പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന പാർവതി അരുന്ധതിയോട് ജോലി കിട്ടിയത് ചേച്ചി കാരണമാണ്, അതുകൊണ്ട് താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞ് അരുന്ധതിയെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കാൻ പാർവതി നോക്കുമ്പോൾ മാറിപ്പോവുകയാണ് അരുന്ധതി. അരുന്ധതിയുടെ അങ്ങനെയുള്ള പെരുമാറ്റം കണ്ട് അരുന്ധതിയോട് പാർവതി ചേച്ചിക്ക് ഞാൻ തൊടുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അന്നും ഇതുപോലെ ആയിരുന്നു ചേച്ചി എന്നോട് പെരുമാറിയതെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന അരുന്ധതി അങ്ങനെ ഒരു പ്രശ്നവും എനിക്കില്ല, എന്റെ ഗ്രാമത്തിൽ സഹോദരങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിച്ചാൽ അവർ പെട്ടെന്ന് തന്നെ പിരിയുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പാർവതിയോട് പെരുമാറിയതെന്ന് പറയുന്നു. അത് കേൾക്കുന്ന പാർവതി പിരിയുമെങ്കിൽ കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. അരുന്ധതി പാർവതിയോട് ഈ 3 ദിവസത്തിനകം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പറഞ്ഞു വിടുമെന്ന് സാറ് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചേച്ചിയെ വിളിച്ചാൽ മതി എന്ന് പറയുകയാണ് അരുന്ധതി. കുട്ടികൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കേണ്ട സമയമായി, പിന്നീട് കാണാം ചേച്ചി എന്ന് പറഞ്ഞ് പാർവതി അവിടെ നിന്ന് പോകുന്നത് കണ്ട് സന്തോഷത്തോടെ പാർവതിയെ നോക്കി നിൽക്കുകയാണ് അരുന്ധതി. അടുത്ത സീനിൽ ഭയങ്കര ആലോചനയിലാണ് അഞ്ജലി. അത് കണ്ടുകൊണ്ട് വരുന്ന 3 പേരും നമ്മളെ കൊടുക്കാനുള്ള എന്തോ ഐഡിയ ആലോചിച്ചു കൊണ്ട് നിൽക്കുകയാണ് അഞ്ജലി എന്ന് പറയുകയാണ്. ശേഷം അഞ്ജലിയുടെ അടുത്ത് പോകുന്ന അവർ സമാധാനത്തോടെ ആലോചിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിന്റെ ചെറിയ ബ്രെയിൻ പൊട്ടിപ്പോകുമെന്ന് അമൃത പറയുന്നത് കേൾക്കുന്ന അഞ്ജലി എനിക്ക് മുമ്പേ ജനിച്ചവർക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പാടുപെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് ദേഷ്യം വരുന്ന 3 പേര് അഞ്ജലിയെ ഇടിച്ച് ഒരു പരുവമാക്കുന്നു. ഇടികൊണ്ട് പഞ്ചറാകുന്ന അഞ്ജലിക്ക് തെറ്റ് മനസ്സിലായത് കൊണ്ട് അവരോട് സോറി പറയുകയാണ്. എന്നിട്ട് 3 ദിവസത്തിനകം മിസ് അമ്മയെ ടോർച്ചർ ചെയ്ത് എങ്ങനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമെന്ന് പ്ലാൻ ചെയ്യുകയാണ് അവർ 4 പേരും. അതിനുശേഷം അഞ്ജലിയുടെ പ്ലാൻ ഒന്നും സക്സസ് ആവില്ല എന്ന് പറഞ്ഞ് അവർ 3 പേരും കളിയാക്കി ചിരിക്കുന്നത് കണ്ട് ആലോചിച്ച് നിൽക്കുകയാണ് അഞ്ജലി. മിസ് അമ്മയെ പുറത്താക്കാൻ വേണ്ടി 3 പേരുടെ ഹെൽപ്പ് വേണം എന്ന് മനസ്സിൽ പറയുകയാണ് അഞ്ജലി. അഞ്ജലി മനസ്സിൽ പറയുന്നത് അമൃതയ്ക്ക് മനസ്സിലാവുകയാണ്. അടുത്ത സീനിൽ കിച്ചണിൽ ലീല ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവിടെ വരുന്ന പാർവതി കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാൻ ലീലയോട് പറയുകയാണ്. പാർവതി പറയുന്നത് കേൾക്കുന്ന അരുന്ധതി സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഞാൻ പറയുന്ന ഫുഡ് മാത്രമേ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ, ഇതെന്റെ ഓർഡർ ആണെന്ന് പാർവതി ലീലയോട് പറയുന്നത് ആ സമയം പുറത്ത് നിൽക്കുന്ന മഹേന്ദ്ര കേൾക്കുന്നു. അരുന്ധതി മഹേന്ദ്രനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ശേഷം കിച്ചണിൽ നിന്ന് പുറത്തു വരുന്ന പാർവതി മഹേന്ദ്രനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായി നെക്സ്റ്റ് ഡേ കാണാം. ബൈ.